ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ KVയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. KVയിൽ കോമേഴ്സിനും അപ്ലൈ ചെയ്യാനുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ KVയിൽ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ഫെബ്രുവരി എൻഡ് അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ KV അഡ്മിഷൻ 2024 എന്നുള്ളൊരു ലിങ്കിലേക്ക് പോകുമ്പോൾ അവിടെ KV അഡ്മിഷൻസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ അക്ഷയയിൽ പോയിട്ട് KVയിലേക്കുള്ള അഡ്മിഷൻ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് 3 കാറ്റഗറിയാണ് ഉള്ളത്. സർവീസ് കാറ്റഗറി, RT, നോൺ ക്രീമി ലെയർ. അപ്പൊ ഈ 3 കാറ്റഗറിയിലേക്കാണ് ഇവർ സെലക്ഷൻ നടത്തുന്നത്. ഈ സർവീസ് കാറ്റഗറി തന്നെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്ന് പറഞ്ഞു ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പം എനിക്ക് മകൾക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് സർവീസ് കാറ്റഗറിയിലുണ്ട്. പിന്നെ അതേസമയം നമുക്ക് RT എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊരു കാറ്റഗറി ഉണ്ട്. അത് ഈ KVയിൽ നിന്നും 5 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാർക്ക് ബെനിഫിഷ്യൽ. ഇതാണ് ഞാൻ പറഞ്ഞ കോമണേഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന്. അതായത് പട്ടം KV ആണെങ്കിൽ പട്ടം KVന്ന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് പ്രയോറിറ്റി ഉള്ളൊരു കാറ്റഗറിയാണ്. പിന്നെ നോൺ ക്രീമി ലെയർ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ മറ്റേ OBC റിസർവേഷൻ ഉള്ളവർക്കുള്ള കാറ്റഗറി ഉണ്ട്. അപ്പൊ അക്ഷയയിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പം 3 KVയിലേക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊടുത്തത് ഫസ്റ്റ് KV ആക്കുളം KVയിലേക്കാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്. സെക്കൻഡ് ഓപ്ഷൻ പട്ടം KVയിൽ 2 ഷിഫ്റ്റ് ആണുള്ളത്, ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും. അപ്പൊ ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് പട്ടം KV ഷിഫ്റ്റ് 1 വെച്ചു, തേർഡ് ഓപ്ഷനായിട്ട് പട്ടം KV ഷിഫ്റ്റ് 2 വെച്ചു. അപ്പോൾ ഞാൻ സ്കൂളുകാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കാറ്റഗറി ആണെങ്കിലും RT ആണെങ്കിലും നോൺ ക്രീമി ലെയർ ആണെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടുക ലോട്ട് ബേസിസിലാണ്. ലോട്ട് ഇട്ടിട്ടാണ് അവർ അഡ്മിഷൻസ് തരുന്നത്. അപ്പൊ ഏതാണെങ്കിലും കുട്ടിയുടെ ഒരു ഭാഗ്യം കൂടി ഇരിക്കും ലോട്ട് ബേസിസിൽ ഇടുന്നത്. അപ്പൊ ഒരു മാർച്ച് ആദ്യം അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ KVയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ സർവീസ് കാറ്റഗറി ആണെങ്കിൽ സർവീസ് കാറ്റഗറിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ട്രാൻസ്ഫർ ഡീറ്റെയിൽസ്, സർവീസ് സർട്ടിഫിക്കറ്റ്, ആധാർ, അതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. കുഞ്ഞിന്റെ ആധാർ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫാദർ മദറിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം. സർവീസ് കാറ്റഗറിയിൽ ഈ സർവീസ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, എത്ര ട്രാൻസ്ഫർ ഉണ്ടോ അത്രയും നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട് കിട്ടാൻ. ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ഒരു പ്രയോറിറ്റി ഉണ്ട്. പിന്നെ RT എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 5 കിലോമീറ്റർ റേഡിയസിനകത്ത് വരുന്ന അവർക്ക് പ്രയോറിറ്റി ഉള്ള ഒരു കാറ്റഗറിയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഒരു മിഡ് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഇതിന്റെ ലോട്ട് റിസൾട്ട്സ് വന്നു. അപ്പോൾ എന്റെ കുട്ടിക്ക് പട്ടം KV ഷിഫ്റ്റ് 2 നിന്നാണ് കോള് വന്നു. ഇങ്ങനെ ഷിഫ്റ്റ് 2 എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഷിഫ്റ്റാണ്. പട്ടം KVയിൽ 2 ഷിഫ്റ്റ് ഉണ്ട്. രാവിലെ തുടങ്ങുന്ന ഒരു ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12:30 തീരുന്നതും, അടുത്ത ഷിഫ്റ്റ് 12:30 തുടങ്ങി 6 മണിക്ക്. അപ്പോൾ എന്റെ മകൾക്ക് കിട്ടിയ കാറ്റഗറി എന്ന് പറയുന്നത് RT എന്നാണ്. നമ്മൾ സർവീസ് കാറ്റഗറി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കോള് വന്നത് RT, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് കാറ്റഗറി എന്നാണ് കോള് വന്നത്. അപ്പൊ RTയിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൂഫ് ഓഫ് റെസിഡൻസ് കാണിക്കാനായിട്ട് നമ്മൾ ഈ 5 കിലോമീറ്ററിനകത്ത് വരുന്നുള്ള സംഭവം. അപ്പൊ നമ്മൾ ചെയ്യുന്നതെങ്കിൽ റെന്റൽ അഗ്രിമെന്റ് ഒക്കെ കൊടുത്തിട്ട് കോർപ്പറേഷനിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചും അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയ കാറ്റഗറി സർവീസ് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മകൾക്ക് ലോട്ട് വീണത് സർവീസ് കാറ്റഗറിയിലല്ല, RT എന്നുള്ള കാറ്റഗറിയാണ്. ലോട്ട് നമ്പർ 13 ആയിരുന്നു RTയിൽ കിട്ടിയ ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ പട്ടം KV ഷിഫ്റ്റ് 2 കോൾ വന്നു. നമ്മൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും. ഈ സർവീസും ട്രാൻസ്ഫറും കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ ഡീറ്റെയിൽസും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തു. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് KVയിലേക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് വേണ്ടി വന്ന സർവീസ് കാറ്റഗറിയിൽ ഈ സർവീസ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ കുഞ്ഞിന്റെ ബർത്ത്, പിന്നെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. RT ആയതുകൊണ്ട് അത് കമ്പൽസറി ആണ്. RT എന്നുള്ള കാറ്റഗറിയിൽ ഇത്തവണ ഒറ്റ പെൺകുട്ടി എന്നുള്ളൊരു കാറ്റഗറി ഇല്ലായിരുന്നു. ഒറ്റ പെൺകുട്ടി, സിംഗിൾ ഗേൾ ചൈൽഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഈ കൊല്ലം ഇല്ലായിരുന്നു 2024 അഡ്മിഷനിലേക്ക്. ഞങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. ഷിഫ്റ്റ് 2 എന്നുള്ളതൊരു ആദ്യം ഒരു കൺസേൺ ആയിരുന്നു. ഇങ്ങനെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 മണി വരെ ഉള്ളൊരു കാറ്റഗറി ആ ഒരു സമയമായതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഉച്ചയ്ക്കത്തെ ഫുഡും സ്നാക്സും ഒക്കെ കൊടുത്തു വിട്ട്
ഉച്ചയ്ക്ക് 12:30 മുതൽ 6 മണി വരെ. തുടക്കമായതുകൊണ്ട് അവർ ആദ്യത്തെ ഒരാഴ്ച 3 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അവർക്ക് പട്ടം KVയിൽ സാറ്റർഡേസ് വരെ, മൺഡേ ടു സാറ്റർഡേസ് വർക്കിംഗ് ആണ്. സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ചുള്ള ബാക്കി സാറ്റർഡേസ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പൊ ഇത്രയാണ് KVയിലെ അഡ്മിഷൻ പറ്റി എനിക്കറിയാൻ പറ്റിയ ഡീറ്റെയിൽസ്. അപ്പൊ എന്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.